കല്ലുവേ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണില്ലേ? ദോശ ബാക്കിയിരിക്കണു. ഞാൻ ഓട്സ് കുടിച്ചു രഘുവേട്ടാ. രാവിലെ എന്തുട്ടിനാ ഓട്സ് കുടിക്കണേ? അതെ, കല്യാണമൊക്കെ വരാൻ പോവല്ലേ, ഇനി ഒരു മാസേ ഉള്ളൂ. അതിന് അതിനുമുമ്പ് ഇത്തിരി തടി കുറയ്ക്കാന്ന് വെച്ചു. ഓ, കോംപ്ലക്സ്. കോംപ്ലക്സ് ഒന്നല്ല, എന്നാലും. ദേഹം ലീക്കണയൊക്കെ കൊള്ളാം, പക്ഷെ തലറിഞ്ഞ് വീഴരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല രഘുവേട്ടന് ഇത് എങ്ങടേക്കാ പോണേ? കുട്ടികളെ കൊണ്ടുവരണ്ടേ? അത് കൊള്ളാം. ഇന്ന് നീയുടെ ടേണാണ്, അവള് കൊണ്ടുവന്നോളും. ഓ, അത് ഞാൻ മറന്നുട്ടാ. എന്നാ ഞാൻ തിരിച്ച് മാർജിൻഫിലേക്ക് പോവാ. ഒന്ന് നിക്ക് രഘുവേട്ടാ, എനിക്കൊരു സംശയം. എന്താണ്? നമ്മുടെ അശ്വിനെ എന്ത് ചുറ്റിക്കളിയില്ലേ? അല്ല, എന്തേപ്പൊ നിനക്ക് ഇങ്ങനെ തോന്നാൻ? അന്ന് ടെക്സ്റ്റൈൽസിൽ പോയപ്പോ അവന് നമ്മളെ അവിടെ വെച്ച് കണ്ട സർപ്രൈസ് അല്ല എനിക്ക് തോന്നിയത്, ആകെപ്പാടൊരു വെപ്രാളം പോലെ. ഞാനിപ്പോ എന്താ പറയോ? അശ്വിനെ രക്ഷിച്ചില്ലേ പറ്റൂ. ദേ, വെറുതെ അനാവശ്യമൊന്നും കുട്ടിയെ പറ്റി പറയണ്ടാട്ടാ. അതിന് രഘുവേട്ടൻ എന്തിനാ ചൂടാവണേ? ഇത് എന്റെ ഏട്ടന്റെ മോനല്ലേ. ആഹാ, എന്നു മുതലാ ഇപ്പൊ നിന്റെ ബന്ധുക്കളും എന്റെ ബന്ധുക്കളും ഒക്കെ ആയി തുടങ്ങിയത്? ആന്റി ആണത്രേ, ആന്റി. കുട്ടീനെ കുറിച്ച് വേണ്ടാത്ത അപവാദം പറയണ ഒരു ആന്റി. രഘുവേട്ട ചൂടാവാണ്ടെന്ന് സമാധാനായിട്ട് കേക്ക്. ഇത് ഞാൻ ഉണ്ടാക്കണ ഒരു അപവാദം അല്ലാന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പെട്ടെന്ന് കണ്ടപ്പോ കുട്ടിക്ക് ഒരു പരിഭ്രമം മാത്രമേ ഉള്ളൂ. ആദ്യം ഞാനും അങ്ങനെയാ കരുതിയേ, പക്ഷെ അങ്ങനെയല്ലാട്ടാ. നമ്മള് കഫേയിൽ പോയില്ലേ? ഓവ്വ്. രഘുവേട്ടൻ ശ്രദ്ധിച്ചോ? അവിടെ വെച്ചിട്ട് അവന് തുടർച്ചയായിട്ട് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിലോ നമ്മൾ കാണാണ്ട് ടേബിളിന്റെ അടിയിലേക്ക് മൊബൈൽ വെച്ചിട്ടേ മറുപടി എഴുതണുണ്ടായിരുന്നു. എന്റെ കല്വേ, അതൊക്കെയാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. ഒരു 2-3 കൊല്ലോടെ കഴിയട്ടെ, മഞ്ജുവും തുടങ്ങും ഈ പരിപാടി. എന്നുവെച്ചാ ഇപ്പോഴത്തെ കുട്ടികൾ ജനിക്കുന്ന മൊബൈലിന്റെ മുകളിലേക്കാണ്. അവർക്കത് ശ്വാസവായു പോലെ നിർബന്ധമാണെന്ന്. ഓരോ ഫ്രണ്ട്സിന്റെ അടുത്ത് മാറി മാറി ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ല രഘുവേട്ടാ, അവൻ തുടർച്ചയായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം അവൻ ഒരാളോട് തന്നെയാണ് വാട്സപ്പ് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഏയ്, എനിക്ക് തോന്നണില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവന് ഫോൺ ചെയ്തൂടെ? അതല്ലേ എളുപ്പം. ഇപ്പൊ രഘുവേട്ടൻ എന്റെ പോയിന്റിലേക്ക് വന്നൂട്ടാ. അവൻ നമ്മളുടെ മുമ്പിൽ ഫോൺ ചെയ്തില്ല. എന്തായതിനർത്ഥം? എന്താ? നമ്മളറിയാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് അവൻ ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവള് വല്ല CID-യിലും ചേരണമായിരുന്നു എന്നാ എനിക്ക് തോന്നണേ. ദേ, ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കട്ടെ, വെളിയിലൊന്നും പറഞ്ഞ് നടക്കണ്ടാട്ടാ. നാട്ടുകാർ കേട്ട ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞു തുടങ്ങും. അതിന് രഘുവേട്ടൻ എപ്പോഴാ നാട്ടുകാരെ പേടി തുടങ്ങിയത്? എന്തെങ്കിലും ആവട്ടെ, ഞാൻ കുട്ടികളെ വിളിച്ചിട്ട് വരാം. അതല്ലേ ഞാൻ പറഞ്ഞത്, നീയെ കൊണ്ടുവരുന്ന്. രക്ഷപ്പെടാനും പറ്റണില്ല. ആര്? ഞാൻ, പിന്നെ ചേച്ചി. കല്യ കുട്ടികളകത്തേക്ക് കേറിയിട്ടുണ്ട്. ഞാൻ പിന്നെ വരാം, ഇത്തിരി ധൃതിയുണ്ട്. ശരി നീയാ. ഇന്ന് ആന്റണി നേരത്തെ വരുന്നുണ്ടാവും, അതാ അവൾക്ക് ഇത്ര ധൃതി. അല്ല രഘുവേട്ടാ, അപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യം? കുട്ടികളെത്തിയില്ലോ, എന്തെങ്കിലും വിഷയം മാറ്റണമല്ലോ. നിങ്ങളുടെ ബാഗൊക്കെ എവിടെ? അങ്ങനെ വരാന്തേലൊന്നും വെച്ചാ പോരാ, എടുത്ത് വീട്ടിനകത്ത് കൊണ്ട് വെക്കണം കേട്ടാ. അതവര് മേല് കഴുകിട്ട് വന്ന് വെച്ചോളും രഘുവേട്ടാ. ഞാൻ പറയാൻ വന്ന കാര്യം. അല്ല, നിങ്ങളുടെ യൂണിഫോം എവിടെ? ഇന്ന് വെനസ്ഡേ അല്ലേ? ഇതല്ലേ വെനസ്ഡേയുടെ ഡ്രസ് കോഡ്? ഓ, അത് ശരിയാണല്ലോ, അതും മറന്നു. അപ്പൊ കല്ലുവേ, ഞാൻ ഇറങ്ങാണ്. സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് കുറെ കുട്ടികൾ സിപ്പപ്പും മുട്ടായിയൊക്കെ തിന്നാൻ കാത്തു നിൽക്കും. ശരി എന്നാല്. മക്കളെ, അമ്മ അച്ഛനെ പൂട്ടിയ രക്ഷിക്കണേട്ടാ. ഹാവൂ, ഞാൻ രക്ഷപ്പെട്ടു. അല്ല രഘുവേട്ടാ, ഒന്ന് നിക്ക്. എന്തിപ്പോ ഇത്ര ധൃതി വെച്ചിട്ട് ഓടണേ? അപ്പൊ നിങ്ങളുടെ എന്തോ കള്ളത്തരുണ്ട് അല്ലേ? ഇപ്പൊ അശ്വിൻ മാത്രല്ല, ഞാനും കള്ളനാണ് അല്ലേ? എന്നാലും ഞാനൊരു വൃത്തികെട്ടവനാണെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞു വന്നത്? അശ്വ അല്ല, രഘുടെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. എന്തുദ്ദേശിച്ചാലും ശരി, എനിക്കത് ഫീലായി. ഞാന് അശ്വിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവോന്നൊന്ന് സംശയിച്ചു, അത്രേ ഉള്ളൂ. വന്ന് നീ ഇപ്പൊ ഭയങ്കര സംശയരോഗിയായി മാറിയിരിക്കുക കേട്ടോ. എന്തായാലും ഇതത്ര ശരിയല്ല, ഞാൻ പോവാണ്. ഇപ്രാവശ്യമെങ്കിലും ശരിക്കും രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഐഷു, നമുക്ക് അച്ഛനെ രക്ഷിക്കണം. എങ്ങനെ? അമ്മ എന്ത് പണിയാ കാണിച്ചേ? എന്തേ? അച്ഛനെ വെറുതെ സംശയിച്ചില്ലേ? അച്ഛന് വിഷമായി. അച്ഛൻ കരഞ്ഞോണ്ടാ പോയേ. എന്തുട്ട്? ഐഷു, നീ ഓവറാക്കണ്ടാട്ടാ, ഞാൻ ഡീൽ ചെയ്തോളാം. അത് പിന്നെ അവൾക്ക് തോന്നിയതാമേ, പക്ഷെ അച്ഛന് നല്ല വിഷമായിട്ടുണ്ട്, അതുള്ളതാട്ടാ. എന്തായാലും ചെയ്യാത്ത തെറ്റിന് എന്തോ അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അച്ഛനെ. പാവം, സങ്കടപ്പെട്ടാ പോയേ. അത് കണ്ടിട്ട് എനിക്ക് സങ്കടം. ഞാനും പോവാണ്. അല്ല, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ട് ഒന്നും പറയണ്ട. ഇനി അച്ഛനെ ഇതിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് വിഷമിപ്പിക്കണ്ടാട്ടാ. ഇനി രഘുവേട്ടൻ പറയണ പോലെ എനിക്ക് സംശയരോഗമായിരിക്കോ? ഇല്ല മോളെ, ഇനി ഞാൻ കൂടുതലൊന്നും പറയില്ല. അങ്ങനൊന്നും ഇല്ലാച്ചാ മോശമായി പോയി. എന്തായാലും രഘുവേട്ടനെ വിളിച്ചൊരു സോറി പറഞ്ഞേക്കാം. അതെ രഘുവേട്ടാ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി ട്ടാ.
ഞാനെന്താ പൊട്ടബുദ്ധിക്ക് പറഞ്ഞു എന്ന് വെച്ചിട്ട് കാര്യമായിട്ട് എടുക്കണ്ട. ഓക്കെ പക്ഷെ ഒരു കണ്ടീഷൻ, ഇനി മേലാലും നീ അങ്ങനൊന്നും സംസാരിക്കരുത് എന്നോട്, എനിക്കത് വിഷമാവൂട്ടാ. ഇല്ല, സത്യമായിട്ട് സംസാരിക്കില്ല. ഇപ്പോ സങ്കടം മാറിയോ? മാറി വരണു. മഞ്ജു അച്ഛനെ വിളിച്ച് സോറി പറഞ്ഞിട്ടുണ്ട്, വിഷമവും മാറ്റിച്ചിട്ടുണ്ട്. ആ നന്നായിട്ടാ. ഐശ്വേ വായോ, നമുക്ക് മേല് കഴിയിട്ടേ ബുക്സ് പോയി എടുക്കാം. കണ്ടല്ലോ, ഈ പ്രാവശ്യം ഞങ്ങൾ അച്ഛനെ അമ്മേന്റെ രക്ഷിച്ചിട്ടുണ്ട് കേട്ടാ. ചേച്ചിയെ ഞാനൊന്ന് പേര് വിളിച്ചിട്ട് വരാട്ടാ. ഹായ് ആദിത്യ, ഹായ് ആദികേഷ്, ഹായ് അമ്മു, ഹായ് അച്ചു. എല്ലാവർക്കും സുഖല്ലേ? കുഞ്ഞു കാർട്ടൂൺ ഇഷ്ടാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകരുത് കേട്ടാ. ലൈക്ക് ആൻഡ് ഷെയർ.